ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വ്ളോഗാട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതാ ഉമ്മയാണിന്ന് ഫുള്ള് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. ഞാനിതാ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് ഇത് എഡിറ്റ് ചെയ്യാനിരിക്കുന്നത്. അങ്ങനെ ഉമ്മ ഇതാ ദോശയൊക്കെ ചുടുന്നുണ്ട്. ഈ ടൈമിലൊക്കെ ഞാൻ മാറ്റാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ ഉമ്മ ദോശ ഇടലും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ മദർസക്കൊക്കെ പോയതിൻ്റെ ശേഷം ഉമ്മ അതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ചെറിയൊരു കിച്ചൺ തോട്ടം എന്ന് പറയാം, ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം എന്നും പറയാം. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. വഴുതനങ്ങയും പച്ചമുളകും കരിവേപ്പിലയും പപ്പായയും ചീരയും പിന്നെ മറ്റേ ബജ്ജിമുളകും ഒക്കെ ഉണ്ട് കേട്ടോ. കുരുമുളക് ഇതാ കുറ്റിക്കുരുമുളക് കായ്ച്ചിട്ടുണ്ട്. ഒക്കെ ഉമ്മേനെ നട്ടുണ്ടാക്കിയതാണ്. പിന്നെ അതാ നമ്മളെ വഴുതനങ്ങ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇത് വിത്തിന് വെച്ചാണ്. പിന്നെ ഒന്ന് പൂട്ടും ചെയ്തിക്കണ്. അതൊക്കെ കഴിഞ്ഞ് ഔത്തേക്ക് വന്ന് അപ്പോൾ കുറച്ച് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും പിന്നെ ഒരു പപ്പായയും മുറിച്ചെടുത്തിട്ടുണ്ട്. പപ്പായ കർമൂസ കുറേ പേരുണ്ടല്ലോ, കർമ്മത്തി. ഞങ്ങളിവിടെ കർമ്മത്തി എന്നാട്ടോ പറയൽ. അങ്ങനെതാ അകത്തത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മീനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. തലേന്ന് രാത്രി തന്നെ മുറിച്ച് വെച്ചിന്ന്. പിന്നെ അതാ പപ്പായ കറി വെക്കാൻ പോവുകയാണ്, കർമ്മത്തി കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ കർമ്മത്തി നല്ലോണം മുറിച്ച് തോലൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കണ്ട് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് അവിടെ തിളപ്പിക്കാൻ വെക്കാം. ആ നേരം കൊണ്ട് ഒരു തേങ്ങയും പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പുളി നമുക്ക് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് പുളി നമ്മൾ പുറത്ത് നിന്നാട്ടോ കൊണ്ടുവരൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പാക്കറ്റ് ചെറിയതായിട്ട് 1 കിലോത്തിൻ്റെ അതൊക്കെ കിട്ടൂലേ, അങ്ങനെ കേട്ടോ വാങ്ങൽ. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ കുറേ വാങ്ങിയിട്ട് ഉണക്കല്ല ഉപ്പിട്ട് വെക്കുമല്ലോ. ആദ്യമൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇപ്പം ഇങ്ങനെ പാക്കറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ആവശ്യമുള്ള ടൈമിൽ ഇങ്ങനെ എടുത്ത് വാങ്ങും. എന്നിട്ടാ കൊട്ടത്താളത്തിൽ പാത്രമൊക്കെ ഉണ്ട്. ഇനി ഇതാ പുളി ഒന്ന് ആദ്യം കഴുകിയെടുക്കണം. എന്നിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ കുടിവെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ നീര് മാത്രമാട്ടോ എടുക്കുക. കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിലിട്ടതിൻ്റെ ശേഷം ഒന്ന് വരണ്ടിയാൽ നല്ലപോലെ നീര് കിട്ടും കേട്ടോ. ഇനി ഇതാ തേങ്ങ ചെരുവണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചീരുള്ളിയും പിന്നെ വെളുത്തുള്ളിയും തോല് കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മളെ കർമ്മത്തി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇതാ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കുലുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അധികം കട്ടിയിൽ അല്ല, എന്നാൽ അധികം വെള്ളമായിരും അല്ലാത്ത കോലത്തിലാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് തിളച്ച് ഒന്നുമായിട്ട് പൊന്തി വരുമ്പോഴത്തേന് നല്ല തിളക്കാൻ പാടിയ അപ്പോൾ പിരിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നേക്ക് നമുക്കൊരു 2 കരിവേപ്പിലയും കൂടി ഇട്ടുകൊണ്ട് അത് ഓഫ് ചെയ്യാം. അങ്ങനെ പിന്നെ കുറച്ച് രക്തമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടും ക്യാരറ്റും ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ബീട്രൂട്ടും ക്യാരറ്റും തോല് കളഞ്ഞെടുക്കാം. അപ്പോൾ പുറത്ത് ഇതാ മീൻ കായം പുരട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചെറുനാരങ്ങ നീരും കുറച്ച് ഉപ്പും ഇട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ചെറുനാരങ്ങൻ്റെ കുരു പെടാതെ നോക്കിക്കോളി. പീനിൻ്റെ ശേഷം തീത്തെ കുരു എടുത്തിട്ട് കേട്ടോ. ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ
മീനാളും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇത് പലവക കേട്ടോ, പല ഐറ്റം മീനാളുണ്ട്. ഇതാ ചോറ് ഇവിടെ തീ വെച്ചിട്ടുണ്ട്, നല്ലോണം ആളി കത്തുന്നുണ്ട് തീ. അപ്പോൾ ഓലക്കൊടി പുറത്തേക്ക് വന്നപ്പോൾ ഉള്ളിക്കാക്കി വെച്ച് കൊടുത്താണ്. ഇനി ഇതാ ഉമ്മ ചാടിച്ചാനിരിക്കുകയാണ്, ഞാൻ മദ്രസക്ക് പോയിക്കണേ. ഉപ്പയും ഉമ്മയും ചാടിച്ചായിരുന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പാൽ ചായ ഉണ്ട് കേട്ടോ കൂടെ. ഞാൻ പിന്നെ രാവിലെ ചായ കുടിക്കാറില്ല, പച്ചവെള്ളം കുടിച്ച് കടിയും കഴിച്ചിക്കാണ്ട് മദ്രസക്ക് പോക്കാണ്. എനിക്ക് ചായ രാവിലെ തന്നെ കുടിക്കണ ഇഷ്ടമല്ല കേട്ടോ. എന്താ ഉപ്പയും ഉമ്മയും കൂടി ചാടിച്ചായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മ ദാ മീൻ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്, ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി. ചെയ്തവരിനി ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോളി കേട്ടോ. ഇനി ചെയ്തവർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബ് കൂടെ കുറയും കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. ഇനി നമ്മളിതാ മീനിൻ്റെ മേലെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബീട്രൂട്ടും ക്യാരറ്റും ഒന്ന് വേവിക്കാൻ വെക്കണം. അത് തോലൊക്കെ ഒന്ന് കളഞ്ഞ്, ക്യാരറ്റൊക്കെ ഒന്ന് തോലൊക്കെ വെന്തി കളഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കണ്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കും കേട്ടോ. ഈ വെള്ളമൊക്കെ തന്നെ അരച്ചെടുക്കണേക്കാരം നല്ലത്, സത്തും ഗുണങ്ങളൊന്നും പോകണ്ട. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇട്ടാണ്ടി. ഇതിപ്പോൾ ഇമ്മക്ക് ഉണ്ടാക്കി വെക്കാച്ചിട്ട് അടിക്കുകയാണ്. എല്ലാവർക്കും കുടിക്കാമല്ലോ, നല്ലതല്ലേ. അപ്പോൾ പിന്നെ അതാ അതിൻ്റെ നമ്മൾ ബാക്കി ആ വേവിച്ച വെള്ളമില്ല അതും ഈ ഇതിലൂടെ കൂട്ടിയിട്ട് കുറച്ച് പാലും ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കപ്പൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് അടിച്ച് കുടിക്കുന്നത് നല്ലതാട്ടോ. ഇനി ഇതാ ഉപ്പാക്ക് പീടിക്ക് പോകുന്ന നേരത്ത് ഒരു ചായക്കടി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതാ ഒരു 4 ചെറിയ പഴം, പിന്നെ കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് അവലും ഇട്ടുകാണ്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുഴക്കണേന് നിങ്ങളൊക്കെ അവിടെ എന്താ പറയുക എന്നുള്ളത് പറയും. പിന്നെ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ പഴം നല്ലോണം ഉടച്ചിട്ട് കൈ വെച്ച് ഉടച്ച് കൊടുത്തതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പുറത്തൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 3 മണി ആ ഒരു ടൈമിലാട്ടോ ഇപ്പം പീടിന്ന് പീടിക്ക് പോവൽ. അപ്പോഴൊന്നും ഞാൻ സ്കൂളിട്ട് വന്നിട്ട് ഞാൻ സ്കൂളിട്ട് വരണമെന്നുണ്ട്. രാവിലെ ഞാൻ ഏകദേശം ഒരു 7:30 ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ 4 മണിക്കാണ് ഞാൻ വീട്ടിലേക്ക് എത്തുക. അങ്ങനെ ഇതാ വെള്ളം തിളച്ച് വന്നപ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല ചായയും പിന്നെ അവല് കുഴച്ചതും ആട്ടോ ഇന്നത്തെ കടി, ഇന്നത്തെ വൈകുന്നേരത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ പാടൊക്കെ എന്തൊക്കെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും കമൻറ്റിലൂടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചോണ്ടി. അപ്പോൾ ഇത്രയോളം വീഡിയോ അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം.